ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. സ്നാക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ അവലെടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ പെരിഞ്ചീരകവും ഒരു അര സ്പൂൺ അളവിൽ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം കേട്ടോ. ഇപ്പോൾ രണ്ടും കൂടി ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ അവലിൻ്റെ മിക്സ് ഒന്ന് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂൺ അളവിൽ കോൺഫ്ലോർ പൗഡർ കൂടി ഒന്ന് ചേർക്കാം. കോൺഫ്ലോർ പൗഡറോ അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. ഒരു അര സ്പൂൺ അളവിൽ ഞാൻ ഇതിലേക്ക് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അര സ്പൂൺ അളവിൽ നമ്മുടെ വറ്റൽ മുളകൊന്ന് ചതച്ചത് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത സമയത്ത് തന്നെ അതിനൊരല്പം വെള്ളപ്പറ്റി ഉണ്ടാവും. ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളമോ അല്ലെങ്കിൽ ഒരല്പം എണ്ണയോ ചേർത്തിട്ട് നമുക്കിതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ഇഷ്ടപ്പെട്ട ഷേപ്പിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ എണ്ണ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.